ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തിന് പ്രേമയുടെ കയ്യിൽ നിന്നും ദേവികയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയത് കൊണ്ട് തന്നെ വേദന സഹിക്കാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ദേവിക ഒരു തൈലവുമായിട്ട് അവിടേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. ദേവിക ഒരു കുപ്പി തൈലം പൊക്കി പിടിച്ചുകൊണ്ട് ശരത്തിൻ്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയിട്ട് പറയുകയാണ്, ചതവിനും ഒടിവിനും ഉളിക്കിനും എല്ലാം നല്ലതാണ് ഈ തൈലം. ഇതെന്താ ഇപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ ഈ ജോലിയിലേക്ക് കടന്നോ? ഈ ജോലിയിലേക്ക് കടന്നതല്ല ശരത്തെ, നിനക്ക് നല്ല അടി കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ശരത്തെ ഈ തൈലം. അപ്പോൾ ശരത്ത് പറയണ, നിങ്ങൾ എന്നെ ഇടിച്ചതും പോരാ, എന്നെ ഒരു പരുവമാക്കിയിട്ട് ഇപ്പോൾ തൈലവുമായി വന്നിരിക്കുന്നു. ഞാൻ ഇടിച്ചതിനല്ല, ഞാൻ എനിക്ക് തന്നതിനല്ല. എനിക്ക് മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയില്ലേ, അത് ഞാൻ അറിഞ്ഞു. മറ്റൊരു സ്ത്രീയോ? അതാര്? എന്താ ശരത്തെ നീ അറിയാത്തതുപോലെ? നിനക്ക് കണക്കിന് കിട്ടിയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. പ്രേമേച്ചിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു. അത് കേട്ടപ്പോൾ ശരത്ത് ചോദിക്കുകയാണ്, അല്ല ആരാ ഇതിപ്പോൾ പറഞ്ഞത്? ആരെങ്കിലും ആയിക്കോട്ടെ, നിനക്ക് കിട്ടിയില്ലേ? അപ്പോഴത്തേക്കും മുത്തശ്ശി അവിടേക്ക് വരികയാണ്. എന്നിട്ട് എന്താടി ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി ഒരുപാട് തല്ല് കിട്ടിയതില്ലേ ശരത്തിന്, അപ്പം ഞാൻ ഈ തൈലം കൊടുത്തതാണ്. നീ തന്നെ അവനെ തല്ലി ചതച്ചിട്ട് ഇപ്പോൾ തൈലം കൊണ്ടുവന്നിരിക്കുന്നു. നീ ആൾ കൊള്ളാലോടി. അയ്യോ മുത്തശ്ശി, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതല്ല, പ്രേമേച്ചിയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പ്രേമേച്ചി നല്ല കണക്കിന് കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. ഇനിയിപ്പോൾ കുടുംബജീവിതം പോലും ബുദ്ധിമുട്ടാവും എന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ മുത്തശ്ശി, ആണോടെ മോനെ ശരത്തെ? ഇല്ല മുത്തശ്ശി, അവർക്ക് ഭ്രാന്താണെന്നുള്ളത് മുത്തശ്ശിക്ക് അറിയാലോ. അവർ വടിയെടുത്ത് വന്നതോടുകൂടി ഞാൻ അപ്പോഴത്തേക്കും കൈവച്ച് തടയാൻ നോക്കി എന്ന് പറയാൻ വേണ്ടി കൈയങ്ങ് ഉയർത്തിയതോടുകൂടി ശരത്ത് വേദന കൊണ്ടങ്ങ് അലറുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അയ്യോ എന്തു പറ്റി ശരത്തെ? ഏയ് ഒന്നുമില്ല മുത്തശ്ശി. ഇപ്പോൾ ദേവിക ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണാവോ അയ്യോ എന്ന് വിളിച്ചത്? അത് പിന്നെ ഞാനല്ല, പ്രേമേച്ചിയാണ് അയ്യോ എന്ന് വിളിച്ചത്. എങ്കിൽ നീ ഒന്ന് കൈ പൊക്കി കാണിച്ച്. അത് പിന്നെ അപ്പോൾ മുത്തശ്ശി പറയണേ, നീ കളരിയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്ക്, നീ കൈ ഒന്ന് പൊക്കി കാണിച്ചു കൊടുക്ക്. അപ്പോൾ ശരത്ത് മിണ്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ദേവിക കൈ അങ്ങ് പിടിച്ച് പൊക്കുകയുണ്ട് ശരത്തിൻ്റെ. അപ്പോൾ ശരത്ത് വീണ്ടും അങ്ങ് അലറുകയാണ് അയ്യോ എന്ന് പറഞ്ഞ്. അപ്പോൾ മനോഹരൻ പറയണ്, ആ ഇടിച്ച് നുറുക്കിയിട്ടുണ്ടല്ലോ, നല്ല ചതവും ഇടിവും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അത് പിന്നെ അവർക്ക് വട്ടല്ലേ? അപ്പോൾ മനോഹരൻ കളിയാക്കിയിട്ട് ഉവ് ഉവ്. അപ്പോൾ ദേവിക പറയണ്, അല്ല അവർക്ക് നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യം വരാൻ എന്താണ് കാരണം ശരത്തെ? അതെനിക്കറിയില്ലല്ലോ. അപ്പോൾ മനോഹരൻ പറയണ, സത്യം പറയുന്നവർക്കൊക്കെ വട്ടാണെന്നുള്ളത് പണ്ട് ചിത്രീകരിക്കുന്ന ഒരു പതിവുണ്ട്. അതിന് അച്ഛാ ഇത് ചിത്രീകരിച്ചതൊന്നുമല്ല, അവർക്ക് ശരിക്കും വട്ട തന്നെയാണ്. അവരോട് ചക്ക എടുത്ത് കാണിച്ച മാങ്ങ എന്ന് പറയും. അപ്പോൾ ദേവിക പറയണേ, എന്തായാലും നിനക്ക് കിട്ടാനുള്ളത് കിട്ടി, അത് എനിക്ക് ഒരുപാട് സന്തോഷമായി. ശരത്ത് പറയണേ, അതിന് അവർക്ക് വട്ടായത് കൊണ്ടാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചടിച്ചേനെ. എന്നിട്ട് ശരത്ത് പറയും, അല്ല എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്ന് ചോദിക്കുക, അല്ല തൈലം കൊണ്ടുവന്നില്ലേ? ഇനിയിപ്പോൾ പറഞ്ഞത് കേട്ടില്ല എന്ന് തോന്നണ്ട, ആ തൈലം ഇങ്ങ് തന്നേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ദേവിക ആ തൈലം കൊടുക്കുകയാണ്. അപ്പോൾ ശരത്ത് അത് വാങ്ങിയിട്ട് ഞൊണ്ടി റൂമിലേക്ക് പോവുകയാണ്, അത് പുരട്ടി കിടക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം സിദ്ധുരംഗനോടും അച്ഛനോടും പറയാണ്, പ്രേമേച്ചിയുടെ കാര്യം ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും നല്ലതല്ലേ, അതുകൊണ്ട് പ്രേമേച്ചിയെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൂടി കാണിക്കാമെന്നാണ് എൻ്റെയും അഭിപ്രായം. അപ്പോൾ രംഗം പറയണ, അത് ശരിയാണ്, എങ്കിൽ എൻ്റെ പ്രേമയെ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അച്ഛൻ പറയണ, അതിന് എൻ്റെ മോൾക്ക് അത്രയ്ക്ക് പ്രശ്നമുണ്ട് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്, അത് ശരി തന്നെയാണ്, പക്ഷെ അത് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ രംഗം പറയണ, അതൊക്കെ ശരി തന്നെയാണ് അച്ഛൻ പറഞ്ഞത്, പക്ഷേ പ്രേമയ്ക്ക് എല്ലാ അസുഖവും മാറും, പക്ഷേ പെട്ടെന്ന് മാറിക്കിട്ടി എൻ്റെ പ്രേമയെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാമെന്ന് സിദ്ധുവിനോടൊപ്പം പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രേമയെ മറ്റൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം എന്ന് പറയട്ടെ. അങ്ങനെ അച്ഛനടക്കം എല്ലാവരും കൂടി പ്രേമയെ മറ്റൊരു ഡോക്ടറെ കാണിക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് നിരഞ്ജൻ മാലിനിയോട് പറയുകയാണ്, ഞാൻ പോട്ടെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ മാലിനി പറയണ, അത് ആ മരുന്നിൻ്റെ ക്ഷീണമാണ്, എന്തായാലും ഇന്ന് പോവണ്ട, നിരഞ്ജൻ ഇവിടെ കിടന്നോ എന്ന് പറയുമ്പോൾ, അത് വേണ്ട, എനിക്ക് അക്ഷരയെയും ശ്രുതിമോളെയും കാണാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് ശരി, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അല്ല അക്ഷരയെയും ശ്രുതിമോളെയും മാലിനിക്ക് പരിചയപ്പെടണം എന്നുണ്ടോ? എങ്കിൽ ഞാൻ മറ്റൊരു ദിവസം പരിചയപ്പെടുത്തി തരാം. അപ്പോൾ മാലിനി പറയണേ, വേണ്ട, എനിക്കതിന് താല്പര്യമില്ല, അവരുടെ മുന്നിൽ എന്നെ ആരായിട്ടാണ് പരിചയപ്പെടുത്തുക? അപ്പോൾ നിരഞ്ജൻ പറയണേ, ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞോളാം. ഫ്രണ്ടായിട്ടല്ലല്ലോ ശരിക്കും എന്നെ പരിചയപ്പെടുത്തേണ്ടിരുന്നത്. ഇതിപ്പോൾ ജയശങ്കർ സാറ് കാരണമല്ലേ ഫ്രണ്ട് എന്ന് പറയേണ്ട അവസ്ഥ വന്നത്, അല്ലായിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു സ്ഥാനത്തല്ലേ അവരുടെ മുന്നിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. അപ്പോൾ നിരഞ്ജൻ പറയണ, അത് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്നുള്ളത് നമുക്കറിയില്ലല്ലോ, എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്. പ്രേമിക്കാനും പിരിയാനും വീണ്ടും കണ്ടുമുട്ടാനും ഒക്കെ ദൈവം നിശ്ചയിച്ചതുപോലെയല്ലേ വരൂ. എന്തായാലും മാലുവിന് എന്നെ വിവാഹം കഴിക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ? ഇല്ല, എനിക്കൊരിക്കലും അങ്ങനെ തോന്നില്ല.
ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിരഞ്ജൻ്റെ ഭാര്യയായി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ എന്തായാലും എനിക്ക് നിരഞ്ജനെ കാണാനും നിരഞ്ജനെ പരിചരിക്കാനും കഴിഞ്ഞല്ലോ. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസവും. അങ്ങനെ നിരഞ്ജൻ പോവാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് മാലിനി അങ്ങ് അഭിനയിക്കുകയാണ്. നിരഞ്ജൻ പോവാതിരിക്കാൻ വേണ്ടി തല ചുറ്റുന്നത് പോലെ അഭിനയിച്ച് അവിടെ അങ്ങ് വീഴുകയാണ് കേട്ടോ. അതോടുകൂടി നിരഞ്ജൻ മാലിനിയുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണ് തുറക്കുകയാണ് കേട്ടോ. എന്തു പറ്റി മാലിനി? അത് പിന്നെ എനിക്ക് ലോ പ്രഷറുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തല ചുറ്റി വീഴാറുണ്ട്. അപ്പോൾ ലോ പ്രഷർ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ ലോ പ്രഷർ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് നിരഞ്ജൻ കിച്ചണിലേക്ക് ഉപ്പിട്ട നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ആ സമയത്താണ് അക്ഷരയ്ക്ക് സമാധാനമില്ലാത്തത് കൊണ്ട് വീണ്ടും നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ നിരഞ്ജൻ അവിടെ ഇല്ല എന്ന് കാണുമ്പോൾ മാലിനിയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ അക്ഷര ചോദിക്കുകയാണ് ആരാണിത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആരാണെന്ന് എന്നോട് ചോദിക്കുന്നതിലും ഭേദം ഈ വിളിച്ചിരിക്കുന്നത് ആരാണെന്ന് പറയുന്നതല്ലേ നല്ലത്. അത് കേട്ടപ്പോൾ അക്ഷരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അദ്ദേഹം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഫോൺ കൊടുക്കാൻ പറ്റില്ല, നീ ഇപ്പോൾ പോയി ഉറങ്ങാൻ നോക്ക്. അത് പറയാൻ നീ ആരാണ്? എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം. ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഫോൺ വെച്ച് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോണാങ്ക് കട്ടാക്കുക കേട്ടോ. അതോടുകൂടി അക്ഷര പൊട്ടിക്കരയുകയാണ്. മാലിനിയുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അപ്പോഴത്തേക്കും മാലിനിക്കുള്ള കുടിക്കാനുള്ള വെള്ളവുമായിട്ട് നിരഞ്ജൻ വരികയാണ്. എന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഉപ്പിട്ട നാരങ്ങ വെള്ളമാണ്, ഇത് കുടിച്ചാൽ ലോ പ്രഷറൊക്കെ മാറിക്കോളും എന്ന് പറയട്ടെ. അപ്പോൾ മാലിനി പറയണേ ഇതുപോലെ ഞാൻ പല തവണയും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സ്വപ്നങ്ങളാണ് ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാൽ കുറച്ചു നേരം എന്നോടൊപ്പം ഇരിക്കാമോ നിരഞ്ജന് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ നിരഞ്ജൻ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അല്ല അക്ഷര ഇപ്പോൾ ഇതൊക്കെ അറിഞ്ഞ പ്രശ്നമാവില്ലേ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, പക്ഷേ എന്നാലും ഈ വീട്ടിലിരിക്കുമ്പോൾ അത് എന്തായാലും ഒരു പ്രശ്നമുണ്ടാവും. പിന്നെ അക്ഷര ചോദിച്ചാൽ എന്തു പറയും? അതിനെന്നോട് ചോദിക്കില്ല, ഉറപ്പായും നല്ലൊരു ഭാര്യയാണെങ്കിൽ ചോദിച്ചിരിക്കും. അപ്പോൾ എന്തു പറയും? അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. കാരണം എനിക്ക് അക്ഷരയും ശ്രുതിമോളുമാണ് ഏറ്റവും വലുത്. അക്ഷരയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നേ അക്ഷര എന്നെ വെറുത്ത് വിശാലുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. കാരണം അക്ഷര ഒരിക്കലും വിഷമിക്കുന്നത് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ജീവനാണ് എനിക്ക് അക്ഷരയെ. അത് കേട്ടപ്പോൾ മാലിനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മാലിനി പറയണേ അക്ഷര ഭാഗ്യം ചെയ്ത ഭാര്യയാണ്, അത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ, അത് തന്നെയാണ് അക്ഷരയുടെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ നിരഞ്ജനോ മാലിനി അവിടെ പിടിച്ച് കിടത്തുകയാണ് കേട്ടോ. ഇന്ന് പോവണ്ട, നാളെ പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ക്ഷീണം കാരണം നിരഞ്ജൻ അവിടെ കിടന്ന് ഉറങ്ങി പോവുകയാണ് കേട്ടോ. ഈ സമയം അക്ഷരയാണെങ്കിലോ നിരഞ്ജനെ ഓർത്ത് വിഷമിക്കുകയാണ്. എന്നിട്ട് അപ്പച്ചി വന്ന് ചോദിക്കുകയാണ് അല്ല നിരഞ്ജൻ ഇതുവരെയും വന്നില്ലല്ലോ മോളെ, എന്താ നിരഞ്ജൻ വരാത്തത്? നിരഞ്ജൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അക്ഷര ദേഷ്യപ്പെട്ടിട്ട് പറയണ എത്തേണ്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എത്തേണ്ടടുത്തോ? എന്താണ് അക്ഷര നീ പറയുന്നത്? അപ്പച്ചിക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? എൻ്റെ വായിലിരിക്കുന്നത് വെറുതെ കേൾക്കാതെ അപ്പച്ചി ഒന്ന് പോകുന്നുണ്ടോ? മോളെ നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ നിൻ്റെ അപ്പച്ചിയല്ലേ, നിൻ്റെ നല്ലതിനല്ലേ ഞാൻ പറയുന്നത്. അപ്പച്ചി എനിക്കിപ്പോൾ ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ അവസ്ഥ എനിക്കാണ് അറിയോ. മറ്റുള്ളവർക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഉപദേശിക്കാനൊക്കെ എളുപ്പമായിരിക്കും, അതുപോലെയല്ല ഞാൻ അത്രത്തോളം ക്ഷമയോടുകൂടി ക്ഷമിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സഹിക്കുന്നത്. ഞാനങ്ങനെ പൊട്ടിത്തെറിക്കില്ല. സാധാരണ ഒരു സ്ത്രീയെ പോലെ ഞാൻ എടുത്തു ചാടുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യില്ല. കാരണം എൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് അപ്പച്ചി എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ അപ്പച്ചി പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് അക്ഷര കാഞ്ചനയുടെ നേരെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് തോന്നുമ്പോൾ വരട്ടെ, അദ്ദേഹം ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, സ്കൂൾ കുട്ടിയൊന്നുമല്ലല്ലോ, വരേണ്ട സമയമാകുമ്പോൾ വന്നോളും എന്ന് പറഞ്ഞ് കാഞ്ചനയോട് ദേഷ്യപ്പെട്ടിട്ട് അക്ഷര നേരെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം മാലിനി നിരഞ്ജൻ ഉറങ്ങുന്ന സമയത്ത് നിരഞ്ജൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്.